എനിക്ക് തോന്നി ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ അപ്പം നേരെ വീട്ടിൽ പോയിരുന്നു. എന്താണ് ഇതിന് കോലം? വന്നേ വീട്ടിലേക്ക് പോകാവാ. പറ്റണില്ലടാ, ഒരു നിമിഷം പോലും വീട്ടിലിരിക്കാൻ തോന്നണില്ല. മക്കളെ സങ്കടവും കണ്ണീരൊക്കെ കാണുമ്പോൾ, പിന്നെ അവളുടെ ഭ്രാന്തിയെപ്പോലുള്ള ഇരിപ്പൊക്കെ കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കൂട്ടത്തിലെണ്ണം പോയപ്പോഴേ ഒക്കെ ഒരു യോഗാണെന്ന് കരുതിയാൽ മതി. അത്രേ ഉള്ളൂ നമ്മളെ മോളെ ആയുസ് എന്നുറപ്പിക്കേ. അല്ലാതെ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്നോണ്ട് പോയ മോൾ തിരിച്ചു വരുമോ? ഇല്ലല്ല. എനിക്കറിയാലോ എങ്ങനെയാണ് ഞാൻ അവളെ വളർത്തിയത്. ഒരുപാട് നേർച്ചയും വഴിപാടൊക്കെ കഴിച്ചിട്ടാണ് മൂത്ത മോളായിട്ട് അവളുണ്ടായത്. എടാ നീ മാത്രമല്ല, എല്ലാ തന്നെയും തള്ളമാരും മക്കളെ വളർത്തുന്നത് അത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ അതിലൊരു സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ട് നമുക്ക്. ചില മക്കള് അത് തിരിച്ചറിയുന്നില്ല, കാണാണ്ട് പോവും നമ്മുടെ സ്നേഹവും ഒക്കെ. അതെ, നീ പറഞ്ഞ ശരിയാണ്. ഞങ്ങൾ സ്നേഹിച്ചതിൻ്റെ 100 രൂപ അംശം അവൾക്ക് ഞങ്ങളോടുണ്ടായിരുന്നെങ്കിൽ അവൾ ഈ കടുങ്കൈ ചെയ്യായിരുന്നുടാ. എടാ, അവൾക്ക് തിരിച്ചു വരായിരുന്നില്ലേ? അവൾക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ? ഞങ്ങൾ അവളുടെ അച്ഛനും അമ്മയല്ലടാ. ഞങ്ങളുടെ മോളല്ലടാ അവള്. എടാ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഈ നിശ്ചയുറപ്പിച്ചതിന് ശേഷമാണല്ലോ വേറെ ഒരുത്തനൂടെ ഇറങ്ങിപ്പോയത്. അപ്പം എങ്ങനെയാണ് തിരിച്ചു വരിക എന്ന് കരുതിയിട്ട് അവൾ വിഷമിച്ചിട്ടുണ്ടാകും. പിന്നെ ഈ ഇറങ്ങിപ്പോയപ്പോൾ കണ്ട സ്വപ്നം പോലെ ആയിരിക്കില്ല ആ ചെക്കൻ്റെ കൂടെ കഴിഞ്ഞപ്പോഴൊരു പൊറുതിയെ. അവളും അകത്ത് കണ്ടിട്ടുണ്ട് അവിടെ. അതിനിങ്ങനൊരു തീരുമാനം എടുത്തതും ചെയ്തോളൂ. എടാ, നിശ്ചയം ഉറപ്പിക്കുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് രണ്ടാമത്തോള് പറഞ്ഞപ്പോൾ ഞാനും മോനും കൂടി പോയി അന്വേഷിച്ചാണ് ആ ചെറുക്കൻ്റെ വീട്ടിൽ. പക്ഷേ ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നതാണ്. അത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞാണ്, അവളത് സമ്മതിക്കുകയും ചെയ്ത്. എനിക്കറിയാത്. പിന്നെ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും ഞാനത് കരുതി. നമ്മുടെ മക്കൾ നല്ല നിലയിൽ കഴിയണതാണ് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. സ്വന്തം തന്തയും തള്ളല്ലാണ്ട് വേറൊരാൾ നമ്മളെ മക്കൾ തന്നവൻ ആഗ്രഹിക്കില്ല കേട്ടാ, സ്വന്തം കൂട്ടുകാർ പോലും. അതാണ് ലോകം. ഒരാൾക്ക് പറയാൻ വല്ല മനസ്സിലാവും. ചെറുപ്പം മുതലേ പഠിക്കാൻ അവൾ മിടിക്കുകയായിരുന്നു. നല്ലൊരു ജോലി അതവളുടെ സ്വപ്നമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കല്യാണക്കാരൻ വന്നപ്പോൾ കല്യാണ ശേഷവും ജോലി കിട്ടുന്നവരെ പഠിപ്പിച്ചോളാം എന്നുള്ള ഉറപ്പിന്മേല ഈ നിശ്ചയം ഉറപ്പിച്ചു തന്നെ. അതിനിടയിൽ ഇങ്ങനൊരു ഇറങ്ങിപ്പോക്ക് നമ്മൾ കരുതിയില്ല. എടാ, ഇത്ര സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഞാൻ അവനെ തന്നെ കെട്ടിച്ചു കൊടുത്തേനെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് ഇപ്പോഴും ജയിച്ചിരുന്നല്ലേ. എന്താണിത്? കരയല്ലേ? ജീവിച്ചിരിക്കണ് ആ നാനയുടെ കൂടെ ചത്ത് ജീവിക്കുന്നുണ്ടാവും. അത് തന്നെ ആ ചെക്കൻ്റെ കുടുംബവും ആ ചെക്കനും വളരെ മോശമാണെന്ന് കേൾക്കണത്. അപ്പോൾ നീ അംഗീകരിച്ച കല്യാണം നിർത്തി കൊടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴുള്ളൂ. ആൾക്കറിയില്ലല്ലോ ഇത്. ഈ ഫോണും ഈ ഫോണിൻ്റെ കളികളും ഇൻസ്റ്റയും മറ്റ് സാധനങ്ങളും കൂട്ടി കളിക്കുമ്പോൾ ആങ്ങൾ ആരും വേറെ എന്തൊക്കെയോ ഉണ്ടെന്നാണ്. എല്ലാ മൊബൈൽ അതിലേക്ക് അതാണ് ഏറ്റവും വലുത്. അവിടെ സ്നേഹമില്ല, കടപ്പാടുമില്ല, ബന്ധങ്ങളില്ല. ഈ കംപ്ലീറ്റ് ഒക്കെ അവർ ഈ റീൽസിലും അതിലും ഇതിലൊക്കെ കാണുന്ന ആവശ്യത്തിൽ ഇറങ്ങി പോകണം. ജീവിതം ഇല്ലാണ്ടാക്കി കളയല്ലേ, ചവിട്ടി അരച്ചൊക്കെ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ. ദൂരം സ്വപ്നങ്ങളെ കണ്ട് വളർത്തണമാണ് മക്കളെ. ഫേസ്ബുക്ക് വഴിയാ ഇൻസ്റ്റ വഴി പരിചയപ്പെടുന്നു, പ്രേമിക്കുന്നു, എന്താണെന്നൊന്നുമില്ല. ഒരു ബൈക്കും കൊണ്ട് വരുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, കറങ്ങി നടക്കുന്നു. ആലോചിച്ച് നോക്കണം, ലൈഫണി തകർത്ത് കളയണതേ. ഇങ്ങനെയാവേണ്ട ലൈഫാണ്. 10-20 വയസ്സിലാണ്, 10-75 വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യൻ കൂടെ വ്യക്തികളാണ് 20-21 വയസ്സാകുമ്പോഴത്തേനും ഇങ്ങനെ ഹോമിച്ച് ഇല്ലാണ്ടാക്കി കളയണത്. ഏതോരുത്തിനൊക്കെ അവിടെ കണ്ടാൽ കൂടെ അവനാണ്ട് ഇറങ്ങി പോകുക. എന്താണെന്ന് ഏതാണെന്നൊന്നുമില്ല. ഒരു ഹരം, ഒരാവേശം, അനുകരണം, അതാണ്.
പോകുമ്പോൾ പോകണം. എത്ര ആൾക്കാരെ ചങ്കുത കാരണമുണ്ടെന്ന് അറിയുമോ പോകുമ്പോൾ. ദൂരം കഷ്ടപ്പെട്ട് ആശിച്ച് വളർത്തലാണ് മക്കളൊക്കെ. ഇതുപോലെ കിടന്ന് കരയാനും ജീവിതകാലം നമ്മൾ കണ്ണീര് കുടിക്കാനും വെക്കും. വന്നേടാ വീട്ടിലേക്ക് പോകാം, വായോ. ഞാൻ വെറുതെ ഇരുന്നിട്ട്. ഞാനിപ്പോൾ ഇല്ലടാ, നീ കുറച്ച് നേരം എൻ്റെ കൂടെ ഒന്നിരിക്കൂടാ. ഏയ് എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാ. എന്താണിത്? ആടാ ഞാൻ ഇരിക്കാം, കുറച്ചുകൂടെ ഇരിക്കാം. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കരുതിയാൽ മതി. എന്തെല്ലാം നമ്മൾ അനുഭവിക്കാനുണ്ട്. വിഷമിക്കില്ലേ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്.